ആ മസ്കാരം എടുത്തേ. ഓ സാറ് കണ്ണെഴുതി പൊട്ടു തൊട്ട് നല്ല കിടുക്കാച്ചി സെറ്റപ്പിലാണല്ലോ. നല്ല ചുള്ളൻ ചെക്കന്മാരല്ലേ വരുന്നേ, വില കളയാൻ പറ്റത്തില്ലല്ലോ. കസ്റ്റഡിയിലുള്ള കക്ഷി എന്താ ചാടിപ്പോയോ? പോടി. ഏതാടി? മറ്റേ ഓൺലൈൻ ട്രേഡിംഗ് കക്ഷിയാണോ? അവനെയൊക്കെ ഇട്ട് മാസം 1 ആയി. നിന്റെ അപ്ഡേഷൻ തീരെ പോരാ മോളെ. അപ്ഡേറ്റ് ചെയ്ത് അവസാനം ഡേറ്റ് തെറ്റാതെ നോക്കിക്കോണം, പറഞ്ഞേക്കാം. അതിനൊക്കെയുള്ള റെമഡീസേ എന്റെ പേഴ്സണലുണ്ട്. യു ഡോണ്ട് വറി. എന്നാ പോവാം. എത്ര മണിക്കടി ഷോ? 9:15. അതെ, അവസാന നിമിഷം ഓടി പഠിച്ച സിനിമ കാണുന്ന പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോഴെങ്ങ ഇറങ്ങും. ധൃതി പിടിക്കണ്ട, മണി 8 ഉള്ളൂ, ഇനിയും സമയമുണ്ട്. നല്ല ബിരിയാണി, അതായത് നല്ല ചിക്കൻ ബിരിയാണി നിന്ന് AC-ലിരുന്ന് സിനിമ കാണാൻ അടിപൊളിയായിരിക്കും. ചിക്കൻ ബിരിയാണിയോ? ആ, പാരഡൈസ് ഹോട്ടലിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു വരുത്തിച്ചതാ. ഇന്ന് സാറിന്റെ റിട്ടയർമെന്റ് ആയിരുന്നല്ലോ. ആ, നിങ്ങളെ പ്രത്യേകം ക്ഷണിച്ചേക്കുക. അടിപൊളി ബിരിയാണിയാ. അയ്യോ ഞങ്ങളില്ല ഏട്ടാ, ഒരുപാട് ആളൊക്കെ വരുന്നതല്ലേ, ഞങ്ങളില്ല. ഒരുപാട് ആളൊന്നുമില്ല, പിന്നെ? നമ്മുടെ ആദർശ് സാറും വലസൻ ചേട്ടനും മാത്രമേ ഉള്ളൂ. സാറ് പ്രത്യേകം പറഞ്ഞേക്കുവാ, നിങ്ങൾ വന്നില്ലെങ്കിൽ സാറിന് വിഷമവും. അതിപ്പോ നീ റെഡിയായോ? എന്താണ്? ഞങ്ങൾ വന്നേക്കാം ചേട്ടാ. വരല്ലേ? വന്നേക്കാം. നോക്കി വരണം, നമ്മളെ പൊളിക്കും. വിളിച്ചതല്ലേ, പോയിട്ട് വരാം. മതി. എന്റെ മുന്നിലിരിക്കുന്ന സുന്ദരിമാരെ, ആഹാ, ആള് നല്ല ഫോമിലാണല്ലോ. ഈ ഇരിക്കുന്ന പാമ്പ് പോലെ ഇരിക്കുന്ന മനുഷ്യൻ ആരാന്നറിയോ? സിംഹം, തനി സിംഹം. ഇനി നാളെ ആരെങ്കിലും ഏതെങ്കിലും പട്ടിയാളെ മൈൻഡ് ചെയ്യോ? അതല്ല ഉദ്ദേശിച്ച്. ആന മെലിഞ്ഞാൽ ആരെങ്കിലും തൊഴുത്ത് കെട്ടുവോ? എന്റെ സാറ് നാളെ മുതലും പുലിയാണ്, പുലി. ഇതൊന്ന് ചപ്പളാച്ചി അടിക്കാതെ ചെന്നിരുന്ന് കഴിക്കുക. അപ്പൊ ഞാൻ ചപ്പളാച്ചല്ലേ? അല്ല, സാറിന് എത്ര വർഷത്തെ സർവീസായി? 35. 22 വയസ്സ് ജോയിൻ ചെയ്താ. അപ്പൊ സാറിന്റെ ഫാമിലിയൊക്കെ? സാറിന്റെ ഫാമിലി എന്ന് പറഞ്ഞാല് ഭാര്യയും മോനും കൂടി ധ്യാനത്തിന് പോയേക്കുക ഹോട്ടലിൽ. പോടാ, അവൻ ചുമ്മാ പറഞ്ഞതാ. എന്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ട് പോയി, പക്ഷെ ഞാൻ അവളെ കളഞ്ഞിട്ടില്ല. ഇതാ കണ്ടില്ലേ? നോണ പറയാന്ന് പറഞ്ഞാൽ മോനും ഏകദേശം അതുപോലെ തന്നെ. അവൻ അമേരിക്ക സെറ്റിൽ ചെയ്തു, വരാറൊന്നുമില്ല. അവിടെ ഫൈനാൻഷ്യൽ അനലിസ്റ്റാ. അവന്റെ അനാലിസിസില് അവന്റെ തന്തയുടെ വില വട്ട 0. നിങ്ങൾ കഴിക്കേ, പെൺകുട്ടികൾ ഈ പ്രായത്തിൽ വേണം നിറച്ച് കഴിക്കാൻ. കഴിക്കും. സാറിന്റെ പേരൻസ് എവിടെയാ? അവരൊക്കെ സ്റ്റാർ ആയിട്ട് മോളി നിപ്പുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യല്ലേ? അല്ല, ബാധ്യതകൾ ഒഴിവായല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇവനെയൊക്കെ അപ്പൻ ഒരു തുരിശടിക്കാരനായിരുന്നു. തോട്ടത്തിൽ ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മരിച്ചുപോയി. ആ സമയത്ത് ഞാനാണെങ്കിൽ കൊച്ചുകുട്ടി, അമ്മയ്ക്കാണെങ്കിൽ ചെറുപ്പം. വിശപ്പ് വന്നാൽ എന്ത് ചെയ്യും? ആഹാരം കഴിക്കട്ടെ. എന്നെ കൊണ്ട് ഒരു അനാഥാശ്രമത്തിലാക്കിയിട്ട് അമ്മ എങ്ങോട്ടോ പോയി, ആർക്കറിയാം. പിന്നെ കണ്ടിട്ടില്ല, കണ്ട ഓർമ്മയും ഇല്ല. എപ്പോഴാലും സാർ ഈ കഥ പറഞ്ഞ് എന്നെ കരയിപ്പിക്കും. എടാ ഇത് കഴിച്ചിട്ട് പോടാ. എടാ പോലടാ, കഴിച്ചിട്ട് പോ. അവ അങ്ങനെ തന്നെ. ഞാൻ ആ ആശ്രമത്തിലെ അച്ഛൻ്റെ ആ രീതിയും സ്വഭാവവും ആ വെള്ള വസ്ത്രമൊന്നും എന്തോ എനിക്കൊന്നും പിടിച്ചില്ല. ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അവിടെ നിന്ന് തുടങ്ങി എൻ്റെ കിക്ക് ഓഫ്. പിന്നെ അങ്ങോട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകമായിരുന്നു. അറിയാൻ മേലാത്ത മുഴുവൻ ജോലിയും ചെയ്തു. മേസ്തിരി പണി, മേക്കാട്ട് പണി, എച്ചിപ്പാത്രം കഴുവല്, എന്തൊക്കെ ചെയ്തു. കടത്തന്നെ കിടന്നു ഉറങ്ങും. അടുത്തൊക്കെ ഉള്ള പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഈ നേർച്ച ചോറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിന്ന് വയറ് നിറയ്ക്കും. പകല് മുഴുവൻ പണി, രാത്രി മുഴുവൻ പഠിത്തം. അങ്ങനെ പഠിച്ച് ഒരുവിധം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുത്തിയിരുന്ന് പഠിച്ച് പോലീസിക്കാൻ 35 വർഷം. ഇന്നലെ പോയതുപോലെ ഉണ്ട്. തിരിഞ്ഞു നോക്കുമ്പം ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ്. അപ്പൊ സാറിന്റെ ജീവിതത്തിൽ ഒരു റിഗ്രറ്റും ഇല്ല? അബ്സല്യൂട്ട്ലി നോ. എന്നാലും നമ്മുടെ സാറ് ഒരു 1.5 ഐറ്റം തന്നെയാ, അല്ലേ സാറേ?
ആ കഴിയുന്നേ ഇതാ. സാറേ എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഏ അല്ല ഞങ്ങളൊരു സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. കഴിച്ചിട്ട് പോകൂ. അല്ല ഞങ്ങൾ ഇനി ഇരുന്ന പടം തുടങ്ങിയിട്ടേ എത്തത്തുള്ളൂ. കഴിക്കേ. ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാം എന്തായാലും. പിന്നെ ഒരു ദിവസം വന്നാ ഈ ബിരിയാണി ഉണ്ടാവോ? ശ്ശേ. ശ്ശോ, മഴ വരുന്നുണ്ട്. അതെയോ? എടാ ബാസി, ഒരു ദിവസം അവൻ വരും എന്നെ കൊണ്ടുപോവാൻ. ഈ വിക്രമാദിത്യൻ വേതാളത്തിനെ തോളിട്ടുകൊണ്ട് പോയതുപോലെ എന്നെ അങ്ങനെ തോളിട്ടുകൊണ്ട് പോകും. സാറി അറമ്പറ്റണ വർത്താനൊന്നും പറയല്ലേ. സാറിന് എന്തെങ്കിലും പറ്റിയ പിന്നെ എൻ്റെ കാര്യം. ഞാനാണെ കാശിന് വേണ്ടി നെട്ടോട്ട് വിടുക. സാറിനറിയാമോ, എൻ്റെ അമ്മ കൊട്ടും വയ്യ സാറേ. 2 കിട്ടിയും പോക്കാം. ഡയാലിസിസ് ഒക്കെ ചെയ്തിട്ട് പരിപോയി. നാളെ ആശുപത്രിയിൽ 50,000 രൂപ ബില്ലടക്കാനുണ്ട്. സാറ് കുറച്ച് കാശ് ഒന്ന് സഹായിച്ചാൽ ഞാൻ ജോലിയെടുത്ത് വീട്ടിക്കോളാം. ഏത് ജോലി? ഇവിടെ എടാ നീ ഇപ്പോഴേ ഓവർ ഡ്രാഫ്റ്റിലാണ് പോണത്. പിന്നെ എൻ്റെ പെൻഷൻ കാശ് കണ്ടോണ്ടാണ് നിന്റെ തള്ളയുടെ ദീനമെങ്കിൽ മോനെ ആ സാമ്പാർ അധികം തിളയ്ക്കാതെ ഇപ്പോഴേ അങ്ങ് ഇറക്കി വെച്ചേരെ കേട്ടാ. ഭാര്യക്കും ഗുണമില്ല, മക്കൾക്കും ഗുണമില്ല. പിന്നെ എന്തിനാണ് സാറേ ഇത്രയും കാശ് കെട്ടിപ്പൂട്ടി വെച്ചേക്കണത്? ആക്രിക്കാരന് കൊടുക്കാൻ പേപ്പർ വിലക്ക്. എന്നാലും നിനക്ക് 5ന്റെ പൈസ തരൂല. എന്നാ പിന്നെ ശരി, ഞാൻ പോ സാറേ. പിണങ്ങിയ വണ്ടിക്കൂലി വേണ്ടേ? വണ്ടിക്കൂലി വാസി ഒരാക്രിക്കാരന് കൊടുത്താ മതി. കണ്ണിച്ചോരില്ലാത്ത മനുഷ്യനാണ്. നേരെ കൂടെ ഇത്രയും ജോലി ചെയ്തിട്ട് ജീവ എന്ന ക്രിമിനൽ ജയിൽ ചാടിയിരിക്കുന്നു. ഓവർ. ജോസഫ് പിന്നെ ആ പറയടാ സാറേ. ആ ജീവ ജയിലിട്ടിട്ടുണ്ട് സാറേ. എപ്പോഴും ഒരു 1/2 മണിക്കൂറായി സാറേ. ഞങ്ങൾ അവനെ തപ്പിയുള്ള ഓട്ടത്തിലാണ്. സാറും സൂക്ഷിക്കണം.